രാജേട്ടാ. ഓ രജനിയും ഇരിക്കൂ. ക്ഷമിക്കണം. എന്തിന്? ഉഷ മരിച്ചതിന് ശേഷം ഇവിടെ വന്നൊന്ന് ആശ്വസിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇനി ആശ്വസിപ്പിച്ചിട്ടെന്തിന്? ഉഷേ, നിന്റെ കൂട്ടുകാരി പറഞ്ഞത് കേട്ടു. ഈ ലോകത്ത് എന്നെ ആശ്വസിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? എന്നെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രജനിക്ക് ആശ്വസിക്കാൻ കഴിയും. ഉഷയ്ക്ക് അവസാനമായ ആറഞ്ച് നീര് കൊടുത്തത് രജനിയാണ്. അതിനുള്ള ഭാഗ്യം രജനിക്ക് കിട്ടി. വാസ്തവത്തിൽ അവളെ കൊല്ലുകയായിരുന്നു. അവൾക്ക് പനിയാണെന്നറിഞ്ഞപ്പോഴേ ഞാൻ അവളെ നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോകേണ്ടതായിരുന്നു. കഷ്ടകാലത്ത് എനിക്കത് തോന്നിയില്ല. ഇനി സഹിക്കുക അല്ലേ? രാജേട്ടന്റെ ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോയി. മനസ്സ് തകർന്നത് കാണുന്നതേ ഇല്ല. രാജേട്ട, ഞാൻ ഇവിടെ ഇങ്ങനെ വരുന്നതിൽ എതിരുണ്ടോ? എതിരോ? എന്തിന്? നിനക്കെതിരുണ്ടോ? പക്ഷെ എനിക്കെതിരില്ല. അവളുടെ പുഞ്ചിരി കണ്ടോ? നിനക്കിഷ്ടമുള്ളപ്പോഴൊക്കെ ഇവിടെ വരാൻ തെളിഞ്ഞു. അവന്റെ ഏകാന്തതയും മണ്ണാൻ കെട്ടി ചെറിയോ? അത് രാജൻ, ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കിയെന്നറിയാമോ? ഇവിടെ വന്ന് നോക്കാതെ എങ്ങനെയാ കാണുന്നത്? നീ ഇവിടെ വന്ന് കിടക്കുന്നത് ഞാൻ എങ്ങനെ അറിയും? എഴുന്നേക്ക്. എന്തിന്? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എത്ര നാളായത് ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്നാ പിന്നെ അതങ്ങ് പറയരുത്. അത് അങ്ങനെ അങ്ങ് പറയാൻ സാധിക്കില്ല. ഒരു കപ്പ് കാപ്പിയെ കുടിച്ച് സൗകര്യമായിട്ട് പറയാം. എഴുന്നേക്ക്. കാവ്യ പരിപാടി എന്താണെന്നാണ് ചോദിച്ചത്. സൗകര്യം പോലെ അറിയിക്കാം. അത് പറ്റില്ല. കുറച്ചു കാലമായി ഞാൻ നിന്നോട് ഇത് ചോദിക്കണമെന്ന് വിചാരിക്കുകയാണ്. മനുഷ്യൻ ജനിക്കുന്നത് തന്നെ മരണവുമായിട്ടാണല്ലോ. ജനിച്ചാൽ പിന്നെ മരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് രാജ, ഒരാൾ മരിച്ചുപോയ ദുഃഖം കൊണ്ട് ജീവിച്ചിരിക്കുന്നവർ മരിക്കാതെ മരിക്കണമെന്നുണ്ടോ? നിനക്ക് വേറെ വിവാഹം ചെയ്തുകൂടെ? അടുത്ത ജന്മത്തിലെ കാര്യമാണോ? പുനർജന്മത്തെ കുറിച്ച് എനിക്ക് നിശ്ചയമില്ല. എന്നാൽ ഈ ജന്മത്തിൽ ഞാൻ മറ്റൊരു വിവാഹം ചെയ്യില്ല. ഉഷയുടെ ഭർത്താവായി ഒരു ദിവസമെങ്കിലും കഴിഞ്ഞിട്ടുള്ള പുരുഷന്റെ ഭാര്യയാകുവാൻ ഈ ഭൂമിയിൽ ഒരുവളും ജനിച്ചിട്ടില്ല. ഒന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ. എന്താ കാര്യം? അതെ, നീ പറയുന്നത് ശരിയാണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കാനിടയില്ലല്ലോ. എന്ത് സംഭവിച്ചു? നീ എന്താ ആലോചിക്കുന്നത്? അല്ല, ഈ കാര്യം നിന്നോട് ഞാൻ പറയരുതെന്ന് കരുതിയിരുന്നതാണ്. ഇങ്ങനൊരു സന്ദർഭം വന്നതുകൊണ്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. വാദിച്ച് ജയിക്കാൻ വേണ്ടിയല്ല. കാര്യം പറയൂ. അന്ന് ഉഷ മരിച്ചു എന്നറിഞ്ഞപ്പോൾ നീ ആകെ തളർന്നുപോയി. പക്ഷേ എനിക്ക് ആ മരണത്തിൽ സംശയം തോന്നി. നിന്നെ അറിയിക്കാതെ ഞാൻ അകത്തുപോയി പരിശോധന നടത്തി. എന്നിട്ട് ഞാൻ സംശയിച്ചത് ശരിയായിരുന്നു. ഉഷ ആത്മഹത്യ ചെയ്തതാണ്. ആത്മഹത്യ? അതെ. അതേ തുടർന്ന് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ നിന്നെപ്പോലും വിവരം അറിയിച്ചില്ല. ഉഷ വിഷം കഴിച്ചിരുന്നു. ഞാനിത് വിശ്വസിക്കില്ല. ഉഷ വിഷം കഴിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല. ലുക്ക് ഹിയർ, വിഷം കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ വിഷം കഴിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോ പനി കൊണ്ടല്ലേ അവൾ മരിച്ചത്? അല്ല, 10 മണിക്കല്ലേ നിങ്ങൾ നഴ്സിംഗ് ഹോമിൽ എത്തിയത്. 9 മണിക്കെങ്കിലും വിഷം കഴിച്ചിരിക്കണം. ഞാനല്ലേ തരുന്നത്? വേണ്ട. ഞാനൊന്ന് വീട്ടിൽ ചെന്നിട്ട് നഴ്സിംഗ് ഹോമിൽ വന്നാ പോരെ? ഒരാൾക്ക് കൂടി ഇവിടെ സ്ഥലം കാണുമോ? വിസ്തൃതമായ ഈ കടൽ തീരത്തോ? കടൽ തീരത്തല്ല, രാജേട്ടന്റെ സമീപത്ത്. രാജേട്ടനെ ആഗ്രഹിച്ചത് ഞാനാണ്, ലഭിച്ചത് ഉഷയ്ക്ക്. അവൾ നിനക്ക് വിഷം തന്നു കൊന്നു. രജനി, അവൾ നിന്റെ കൂട്ടുകാരിയാണത്രേ.